നമ്മൾ ഇന്ന് പോർക്ക് ചിടക്കനുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒന്ന് പ്രീ കുക്ക് ചെയ്ത് അപ്പം കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത്, പക്ഷെ അത് ആ കളറ് പന്നിയിറച്ചിയിലേക്ക് പിടിക്കുന്നില്ല. ഇനി ഇത് റീകുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കുക്കിംഗ് ഇത്ര മതിയാവും. ദിസ് ഇസ് ഓൾമോസ്റ്റ് ഒരു 60% കുക്ക്. നമ്മൾ അവിടെ പന്നി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിടക്കൻ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. അത് ഇതാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല. ആദ്യം നമ്മളിത് ഫ്ലെയിം കത്തിച്ച് പാൻ വെച്ചു. പാൻ ഒന്ന് പയ്യെ ചൂടാവട്ടെ. ഇനിയുള്ള ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ളൊരു തവിയാണ്. നമ്മൾ ആദ്യം കുക്ക് ചെയ്ത ഓയിലിൽ നിന്ന് ഒരല്പം ഓയിലെടുത്ത് ഇതിലേക്ക് തട്ടി, നമ്മളതിന് ആദ്യം കളർ കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഇത് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചുമന്ന കാശ്മീരി മുളക്, അതിൻ്റെ കളറാണ് പാനിൽ കാണുന്നത്. സ്ലൈസ്ഡ് പോർക്ക് കുക്ക്ഡ് ആൻഡ് ഫ്രൈഡ് നമ്മൾ ഈ പാനിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കണം. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞ ഒരു റെസിപ്പിയിലുള്ള ഓറഞ്ച് സോസാണ്. ഇത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. അതായത് തീരെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയിലേക്ക് ഇട്ടു. അങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ പുളി ചേർത്തിട്ടുണ്ട്, ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, വെരി റോ എന്ന് പറയാവുന്ന, അവർ ചിലപ്പോൾ ഒക്കെ അവിടെ നല്ല കൊള്ളാവുന്ന കാന്താരി മുളക് ചേർക്കുന്നു പറഞ്ഞു. നമുക്ക് ഏതായാലും ആ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. എന്തായാലും ഇത് അവരുടെ ഒരു മോഡേൺ മെത്തേഡാണ്. ഇപ്പോൾ നമ്മുടെ പോർക്ക് ചിടക്കനല്ല, പോർക്ക് ചിടകൻ റെഡിയാണ്.